വെൽക്കം ബാക്ക് ടു ലിബീസ് കിച്ചൺ. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് വന്നിരിക്കുന്ന നല്ല അടിപൊളി ഒരു ഡിഷുമായിട്ടാണ് കേട്ടോ. എല്ലും കപ്പയും അല്ലെങ്കിൽ കപ്പ ബിരിയാണി എന്നൊക്കെ പറയും. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, അത്രയ്ക്ക് ടേസ്റ്റുമാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ കപ്പ ബിരിയാണിക്ക് വേണ്ടി നല്ലതായിട്ട് കപ്പയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് പൊളിച്ച് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. പിന്നെ വേണ്ടത് എല്ലാണ്. എല്ല് നല്ല പോത്തിൻ്റെ വാരിയെല്ലും പിന്നെ കുറച്ച് കഷ്ണവും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലാണ് കൂടുതലും. എല്ലും മാംസവും കൂടെ ചേർന്ന ഭാഗമാണ് നമ്മുടെ ഈ കപ്പ ബിരിയാണിക്ക് ടേസ്റ്റ്. അപ്പോൾ ഞാൻ നല്ല കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടിയിലൊക്കെ ഇട്ട് കുറച്ച് നേരം വെച്ചിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത പോത്തിൻ്റെ എല്ലാണ്. പിന്നെ കുറച്ച് ചെറിയ കഷ്ണങ്ങളൂടെ ഉണ്ട്. ഇതേപോലൊക്കത്തുള്ള എല്ല് കിട്ടുവാണെങ്കിലാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. പിന്നെ ഇതിനു വേണ്ടി എടുത്തേക്കുന്നത് സവോള, കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ തേങ്ങാക്കൊത്തരിഞ്ഞത്. ഞാൻ ഇച്ചിരി തേങ്ങാക്കൊത്തരിഞ്ഞത് കൂടി ഇടും കേട്ടോ ഈ കപ്പയെല്ലിനും. അപ്പം നമുക്കൊരു സ്വാദും കൂടാണ്. പിന്നെ കൊച്ചുള്ളി ഒരു 10-20 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 സവോളയും, പിന്നെ ഒരു കുടം വെളുത്തുള്ളി ചതച്ചതും ഒരു കുടം വെളുത്തുള്ളി ചതയ്ക്കാതെയുമാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇഞ്ചിയും ഒരു മീഡിയം കഷ്ണം, പിന്നെ കറിവേപ്പില. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് പതിയെ പരിചയപ്പെടാം. എന്നിട്ട് ഞാനിപ്പോൾ ഇതേപോലെ ഉരുളി എടുത്തിട്ട് അതിനകത്തോട്ട് നമ്മുടെ ഇറച്ചി കഷ്ണം എല്ലാം ഇട്ടിട്ട് കുറച്ച് പൊടികളെല്ലാം ഒന്ന് ചേർത്ത് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ആദ്യം ഇതൊന്ന് ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കണം. നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം. ഈ കുക്കറിൽ നമ്മൾ വേവിക്കുമ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. ഈ ഇറച്ചിയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. ഓരോരുത്തരുടെയും പ്രഷർ കുക്കറിൻ്റെ വേവ് അനുസരിച്ച് വേവിക്കുക. കുക്കറിൻ്റെ പ്രഷറൊക്കെ പോകുന്ന സമയം കൊണ്ട് നമുക്ക് കപ്പ വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. തിളച്ച് വരുമ്പോഴത്തേക്കിന് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ഈ കപ്പയൊന്ന് വേവിച്ചെടുക്കണം. കപ്പ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി ചേരുവകളൊക്കെ ഇട്ട് കപ്പ ബിരിയാണിക്കുള്ള കൂട്ടെല്ലാം ഒന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഇച്ചിരി കറിവേപ്പില, ബാക്കി നേരത്തെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത്, ഇഞ്ചി, വെളുത്തുള്ളി, സവോള, കൊച്ചുള്ളി എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, സവോള എല്ലാം നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനകത്തോട്ട് ചേർക്കാനായിട്ട് കുറച്ച് പൊടികൾ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ പൊടികളെല്ലാം ഒന്ന് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പം നമ്മൾ ചേർത്ത പൊടികളിലേക്ക് പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ വെള്ളമൊന്നും ചേർത്തില്ലെങ്കിൽ ഇറച്ചിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വെന്ത ഇറച്ചി നമുക്ക് ഈ മസാലക്കൂട്ടിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മസാലയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്നും കൂടി ഇതൊന്ന് വേവിക്കണം. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഇറച്ചിയിൽ ഈ മസാലയൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഇച്ചിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഏലക്കാപ്പൊടിയും പെരിഞ്ജീരകവും കൂടെ പൊടിച്ചത് 1 ടീസ്പൂണ്, പിന്നെ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക്, ക്രഷ്ഡ് കുരുമുളകാണ് ചേർക്കുന്നത്. അതും കൂടെ ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഇത് കുറുകുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇവിടെ നമ്മൾ 1.5 കിലോ ഇറച്ചിക്ക് 1.5 കിലോ കപ്പ തന്നെയാണ് എടുത്തേക്കുന്നത്. ഇപ്പം നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. പിന്നെ കപ്പയും ഒരു സൈഡിൽ വെന്തിട്ടുണ്ട്. കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിനകത്തോട്ട് ഇനി കുറച്ച് പെപ്പറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ഈ കപ്പ ബിരിയാണിക്കൊക്കെ ഇച്ചിരി കുരുമുളകിൻ്റെയൊക്കെ ആ ഒരു എരിവ് നല്ലതാണ്. പിന്നെ ആവശ്യത്തിന് മസാലയൊക്കെ ഉണ്ടോ നോക്കുക, ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക. അതിനുശേഷം ഈ ഇറച്ചിക്കൂട്ടിലേക്ക് നമുക്ക് കപ്പ ഊറ്റിയിട്ട് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ഈ കപ്പ ബിരിയാണിക്ക് അത്യാവശ്യം ഗ്രേവി ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ ഗ്രേവി ആരും പറ്റിച്ച് കളയില്ല. നമുക്ക് ഇതിനകത്തോട്ട് കപ്പ ചേർത്തതിന് ശേഷം കപ്പയും ഇതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നാൽ ഒരുപാട് പൊടിഞ്ഞും പോകരുത്. കപ്പ ചേർത്ത് കഴിയുമ്പോഴത്തേക്കിന് ഈ ഗ്രേവി ഒന്ന് കുറുകും. അപ്പോൾ ഇറച്ചിയും കപ്പയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കടുക് താളിച്ചുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കപ്പ ബിരിയാണി റെഡി. കടുക് താളിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്താൽ കഴിഞ്ഞാൽ നമ്മുടെ കപ്പ ബിരിയാണി റെഡി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കപ്പ ബിരിയാണിയാണ്. ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മൾ വീണ്ടും ഇതേ പോണക്കത്തെ അടിപൊളി റെസിപ്പിയായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. എന്തായാലും കാണിക്കല്ലേ ആ ഒരു എല്ലൂടെ എടുക്കും ചൂടല്ലേ.